നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഇപ്പൊ അതിനൊന്നും സമയമില്ല. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാ. പോണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അവർക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഹരിയങ്ങളെ ഇതൊന്ന് കണ്ടു നോക്കിയേ, അപ്പൊ മനസ്സിലാവും. നാളത്തെ ചടങ്ങ് ഏതെങ്കിലും രീതിയിൽ അലങ്കോലപ്പെടുത്താൻ അവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ എന്റെ മോള് അച്ഛൻ ഇതുവരെ കാണാത്ത കോലത്തിൽ കാണും. നാളത്തെ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്തോന്ന് സംസാരിക്കാൻ? നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇനി ഒന്നുമേ സംസാരിക്കാനില്ല. അതൊക്കെ തീരുമാനിച്ച പോലെ തന്നെ അങ്ങ് നടക്കും. ഇല്ലയോടാ? അതെ മോളെ, ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുടക്കവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. എന്താ വീണയുടെ മുറിന്നാണല്ലോ. വീണേ, വലിയ തിടുക്കമൊന്നും കാണിക്കണ്ട. വീണേ, അവള് ലോപ്പിച്ച് കാണൂ. അമ്മ വന്നേ. വീണേ, അല്ല അപ്പൊ ഈ മുട്ട കറി. വീണേ, വീണേ, വാതിൽ തുറക്ക്. വീണേ, വീണേ. എന്താ? ഹരി, അകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഡോർ ലോക്ക് ചെയ്തിരിക്കാം. എടാ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ അവളുടെ നാളത്തെ ദിവസത്തേക്കുള്ള കോപ്പ് കൂട്ടല്ല. അമ്മ അവനൊന്നും മിണ്ടാതിരുന്നേ. വീണയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഹരി, എങ്ങനെയും വാതിലൊന്ന് തുറക്കാൻ നോക്ക്. വീണേ, വീണേ. എടാ, തല്ലി പൊളിക്കൊന്നും വേണ്ട ഏട്ടാ. പതുക്കെ ഇപ്പൊ ശരിയാക്കിയുള്ളു ഞാൻ. എടാ, നീ നോയിക്കേ, അബദ്ധം പറ്റിയത് എനിക്കാ. ഇന്നത്തെ ദിവസം ഇവിടെ കിടത്താതെ അവളെ പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കണമായിരുന്നു. അപ്പൊ പിന്നെ ഈ വേഷക്കെട്ടൊന്നും കാണണ്ടായിരുന്നല്ലോ. അമ്മാവനൊന്നും മിണ്ടാതിരുന്നേ. ഹരി, വാതിൽ എങ്ങനെയും ചവിട്ടി പൊളിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ കിടന്ന് അവക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാല്. അയ്യോ, വീണേ, വീണ്ടും പൊളിച്ച. വീണേ, വീണേ, വീണേ. ഹരി, എന്താണ്? വീണേ. ഹരി, എന്തോ വിഷം മറ്റു കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ചിലപ്പോ ഫിറ്റ്സ് വന്നതിന്റെ ആയിരിക്കും. വീണേ, അയ്യോ വീണ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞാ പിന്നെ പറഞ്ഞു എന്ന് പറയല്ലേ. കാര്യം ഞാൻ ക്രൂരതയെ പറയുന്ന, പക്ഷേ ഈ ചെയ്തത് വെച്ച് നോക്കുമ്പോഴല്ലോ ഇവിടെ പിടിച്ച് റോഡിന്റെ വക്കത്തോണ്ട് പോയി വെക്കണം. അവിടെ കിടന്ന് ചത്തോട്ടെന്ന് വിചാരിക്കണം. അമ്മാവ എന്ത്? അമ്മാവനൊന്നും മിണ്ടാതിരുന്നേ. ഒരാൾക്കൊരു ആപത്ത് വന്നാല് അതിന്റെ മുന്നിലിരുന്ന് കണക്ക് പറയാണ് ചെയ്യേണ്ടത്. ഹരി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഒന്നിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു ജീവന്റെ പ്രശ്നമായത്. താനൊന്ന് പിടിക്ക. പൊക്ക്. ദൈവമേ, വീണേ, വീണേ, ഞാൻ ദാ വരുന്നു. വീണേ, വീണേ.
എഴുന്നേക്കടി. വീണേ വീണേ അവളുടെ അഭിനയായിരിക്കും. ഡേ, എനിക്ക് അമ്മാവ അമ്മയോടൊന്ന് പറയാവോ? അയ്യോ എന്തിന് മോളെ, ഇപ്പൊ ആരോടും പറയണ്ട. ഇനി അവരെ കൊണ്ട് ടെൻഷൻ ആക്കിട്ട് എന്താ കാര്യം? വീണേ വീണേ ദൈവമേ, താക്കോല. നീ ആ താക്കോലൊന്നും കൊടുക്കല്ലേ. വീണേ അവളുടെ ഉള്ളില് അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അവള് പിന്നെ ആ താക്കോല് തിരിച്ചു തരൂല. വീണേ വീണേ ഹരി, ഇത് പ്രശ്നമാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയേ പറ്റൂ. അമ്മാവ ഒന്ന് പിടിച്ചേ. ഞാനോ? എന്ത് അമ്മാവ ഇത്? ആ പൊക്ക്, 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 ഇളുക്ക്, ഇളുക്ക്. അച്ഛാ, ഒരു കാര്യം കാണിച്ചു തരട്ടെ? ഇപ്പൊ അതിനൊന്നും സമയമില്ല. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാ. ഹോസ്പിറ്റലിൽ പോണ്ട കാര്യമൊന്നുമില്ല അങ്കളെ. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അവർക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഹരി അങ്കളെ, ഇതൊന്ന് കണ്ടു നോക്കിയേ, അപ്പൊ മനസ്സിലാവും. നോക്കിയാടാ മോളെ. അയ്യോ, ആദി, ഈ വീട്ടിലെ എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ വീടെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാം. അതിന് വീടിന്റെ ഭാഗം മാത്രം പോരല്ലോ, അത് പ്രസന്റ് ചെയ്യണ്ടേ? അത് ഞാൻ പ്രസന്റ് ചെയ്തോളാം. നിത്യാമ്മ അന്ന് പ്രസന്റ് ചെയ്തില്ലേ, അതുപോലെ മതിയില്ലേ? ആ, എന്നാ നിത്യാമ്മയോട് പറഞ്ഞിട്ടെ നിന്നൊരു സാരി ഉടുപ്പിച്ചു തരാൻ പറഞ്ഞാലോ? ആ, അത് കൊള്ളാം. ആദ്യം നമുക്ക് എല്ലാ മുറിയും കവർ ചെയ്യണം. വാ കല്യാണി, ഈ മുറി കേറണോ? ഇത് നമ്മുടെ വീടിന്റെ അകത്തുള്ള മുറിയല്ലേ, നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോവാം. വാ വാന്നേ. ദേ അവിടേക്ക്, ദേ അതും കൂടെ, ദാ അവിടെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വിളിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.